ഹേ ഗായ്സ്, അപ്പോൾ ഓൾറെഡി തംനെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ ഹാങ്ങിങ് ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ഐഡിയാസും പിൻട്രസ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഐഡിയാസാണ്. പിൻട്രസ്റ്റിൽ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടുള്ള ഐഡിയാസാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കാണുന്നത്. ഞാനിങ്ങനെ വരച്ചിട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി കാരണം വരച്ചു നോക്കിയത്. അപ്പോൾ ഫസ്റ്റത്തെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്പ് എടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു നോർമൽ ഡ്രൈ ആയിട്ടുള്ള ഒരു കമ്പാണ്. പുറത്തിറങ്ങിയപ്പോൾ റാൻഡം ആയിട്ട് കിട്ടിയതാണ്. ഇതിന് പകരമായിട്ട് ബാംബൂ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും കാണാൻ. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കമ്പെടുത്ത് പെയിൻറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ബ്രൗൺ കൊടുക്കാമെന്ന് കരുതിയത്, പിന്നെ ഗ്രീൻ കണ്ടപ്പോൾ എന്താ പിന്നെ ഗ്രീൻ കൊടുക്കുക, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം ഉണ്ടായ മെസ്സൊക്കെ അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് പണിയായിരിക്കും. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ത്രെഡാണ്. ഒന്നെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് കളർ ത്രെഡ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് റോപ്പ് ഉണ്ടാവില്ലേ, കട്ടി കുറഞ്ഞത്, അതെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാണ്. എന്നിട്ട് ഒരു 5 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഡിഫറെൻറ്റ് ലെങ്ത്തിൽ. ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ എണ്ണമൊക്കെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. കുറേ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പ്ലാസ്റ്റിക് റോപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് കെട്ടി കൊടുക്കുക. ഇനി ഇതിൽ വെക്കാനുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ വരച്ചിട്ടാണുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോയി പ്രിൻ്റ് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കാൻ കരുതി. ഉറപ്പായിട്ടും ഞാനിത് മാറ്റി വെക്കൂട്ടോ. പോളറോയിഡ്സ് എന്തായാലും ഞാൻ വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ ഈ ഫോട്ടോസ് വെച്ചിട്ട് ഡെമോ കാണിക്കാൻ കരുതി. ആദ്യം ഞാൻ ഒരേ തീമിൽ എല്ലാം ചെയ്യാമെന്ന് കരുതി. എല്ലാ ഇങ്ങനത്തെ പിക്ചേഴ്സും ഒരേ കളറിലൊക്കെ വെച്ച് വരയ്ക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ പോളറോയിഡ്സ് വെക്കുമ്പോൾ എന്തായാലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് മൾട്ടി കളർ പിക്ചേഴ്സ് വരച്ചത്. എന്നിട്ട് അത് എവിടെയൊക്കെ ഏതൊക്കെ റോപ്പിൽ അറേഞ്ച് ചെയ്യണം എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, മാസ്കിംഗ് ടേപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസ് ഈ റോപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫോട്ടോസിന് ഡാമേജ് ഒന്നും വരില്ല, ഐ ആം ഷുവർ. അത് അത്രയും നല്ലൊരു ടേപ്പാണ്. എന്നാൽ നല്ല രീതിയിൽ അത് ഒട്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം, ഡബിൾ സൈഡ് ടേപ്പ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊക്കെ ഫോട്ടോസൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഫോട്ടോസും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇല്ലേ, ഇത് നമ്മൾ DIY ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നേരത്തെ കാണിച്ച ആ ടേപ്പ് വെച്ചിട്ടാട്ടോ നമ്മൾ ആ ലീഫൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ മുകളിലുള്ള ആ ഒരു സ്റ്റേക്കിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. തൽക്കാലം ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഇത് വോളിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ റോപ്പ് വെച്ചിട്ട് നമുക്ക് കെട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ കൂടെ കുറച്ച് LED ലൈറ്റ്സും കൂടെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ സ്വെയർ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. എനിക്ക് നല്ല ഇഷ്ടമായി. ആ ഒരു വാം ലൈറ്റിൻ്റെ ആ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കൂടുതലും എസ്തെറ്റിക് ആയിട്ടുള്ള റൂം മേക്ക് ഓവർ, ഡെസ്ക് മേക്ക് ഓവറിലൊക്കെ ഒരു ഗ്രിഡിൻ്റെ ഒരു സാധനം ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു സാധനം ഇല്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കുറേ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഒരു വയറാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വയറാണ്. കൈകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിയൊക്കെ വരും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിന് പകരമായിട്ട് പേപ്പർ റോൾസ് ഉണ്ടാക്കി വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോ യൂസ് ചെയ്യാം, ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല പല ഓപ്ഷൻസും ഉണ്ട്. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് ട്രൈ ചെയ്യുക. അതാണല്ലോ നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാട്ടോ ഈ ഒരു വയർ കട്ട് ചെയ്യാനായിട്ട്.
ആക്കാനായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒടിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. ഫ്ലെക്സിബിളാണ്, പക്ഷേ അങ്ങനെ അങ്ങ് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് പൊട്ടിപ്പോരും. അപ്പോൾ നമുക്ക് വേണ്ട സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിനൊരു ഗ്രിഡിൻ്റെ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രിഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. പേപ്പർ റോൾസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ, കാണാൻ കുറച്ചും കൂടെ വിഡ്ത്ത് ഉണ്ടാവുമല്ലോ, ഒരു കട്ടി തോന്നുമല്ലോ. എന്നിട്ട് ഇത് ഒന്നെങ്കിൽ ഈ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നേരെ വെച്ച് കൊടുത്താലും മതി. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഓരോരോ ഫോട്ടോസ് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഇതിൻ്റെ കൂടെയും ആ ഒരു വാം ലൈറ്റിങ്ങിൻ്റെ മിസ്സിങ് എനിക്ക് തോന്നുന്നു, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. ആൻഡ് മൂന്നാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്ക് എടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്ക്. ആ വയറും ഈ സ്റ്റിക്കൊക്കെ ഒരുമിച്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരേ ലെങ്ത്തിൽ കുറച്ച് സ്റ്റിക്ക് എടുക്കുക. ആൻഡ് 2 എണ്ണം മാത്രം കുറച്ചും കൂടെ ലെങ്ത്തിൽ എടുക്കുക. അതായത് ഈ ഒരു സ്റ്റിക്കിനെക്കാട്ടി കുറച്ചും കൂടെ ലെങ്ത്തിൽ 2 എണ്ണം മാത്രം വേണം. എന്നിട്ട് ഇതിനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി. രണ്ട് എൻഡിലായിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കോമ്പസ് ആണ് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഹോൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഡിസ്ക്ലെയിമർ പറയാം. ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഹോൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇതിലും റോപ്പ് എടുക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ത്രെഡോ റോപ്പോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കയറാൻ പറ്റത്തക്ക വിധത്തിൽ വേണം ഹോൾ ഉണ്ടാക്കാനായിട്ട്. അതായത് റോപ്പ് ഈ ഹോളിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. ഞാനില്ലേ ഇപ്പം ചെറുതാണ് ഉണ്ടാക്കിയെങ്കിലും പിന്നെ ആ ഒരു കയറ് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് സംഭവം പാളിപ്പോയി. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇപ്പം തന്നെ പറയാണ്, ചെറിയ ഹോൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക. ദെൻ ഈ ഒരു ഹോളിലൂടെ ഈ ഒരു സാധനത്തിന്, അതായത് ഈ ഒരു സ്റ്റിക്ക്, നിങ്ങൾ എന്താണോ എടുക്കുന്നത്, ഐസ്ക്രീം സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക്, അതൊന്നും ഇങ്ങനെ കയറ്റി കൊടുക്കുക. മുകളിൽ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു പോർഷൻ വേണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ കയറിനെയും ഇങ്ങനെ കോർത്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ സെൻറ്ററിൽ എല്ലാ സ്റ്റിക്കിൻ്റെയും ഹോൾഡ് ഒരു എക്സ്ട്രാ കയറും കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കുക. ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യുകയോ ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഫോട്ടോസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിനും വാം ലൈറ്റ് വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ വാം ലൈറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. ആൻഡ് ഇതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ലാസ്റ്റത്തെ ഐഡിയ. കുറച്ചധികം സ്റ്റിക്ക് എടുക്കുക. ഇതിന് പകരമായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 3 സെറ്റ്
എടുക്കുക. അതായത് 4 എണ്ണം വീതമുള്ള 3 സെറ്റ് ഡിഫറെൻറ്റ് ലെങ്ത്തിൽ. ഈ ലെങ്ത്തൊക്കെ നിങ്ങൾക്കില്ലേ ഫൈനൽ ലുക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ ലെങ്ത്ത് എങ്ങനെയാണോ ആ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് വീഡിയോയിലുള്ള ഈ രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു 3 സെറ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ 3 എണ്ണത്തിനും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. ഒരു സി ഷേപ്പിൽ, ഒരു സി ഷേപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും, ആ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നിലെ മുകളിലത്തെ ഈ ഒരു പോർഷൻ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ത്രെഡ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു ഹാങ്ങിങ് പോർഷൻ നിൽക്കണോ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. ത്രെഡ് ഇട്ടിട്ട് കെട്ടുക ആദ്യം, എന്നിട്ട് വേണം ഈ ഒരു സാധനം ആ ഒരു ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ ഫോട്ടോ ഹാങ് ചെയ്യാനായിട്ടൊരു ഇത് കിട്ടുള്ളൂ. ആക്ച്വലി ഇത് പിൻട്രസ്റ്റിൽ ഉണ്ടായിരുന്നത് കീ ചെയിൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കീ ചെയിൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വെക്കുമെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു ഐഡിയ കിട്ടിയില്ല. അപ്പം എൻ്റെ ബുദ്ധി തോന്നിയതാണ് ഇങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഇത് നല്ല രസമുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഈസ് ദിസ്. എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് 4 എണ്ണത്തിനെക്കാട്ടിലും. ആൻഡ് ഇതൊക്കെയാണ് ഐഡിയാസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി വേറെ കാര്യം പറയാം, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്ലാനിങ് ഒക്കെ കണ്ടില്ലേ, അതേപോലെ ഒന്നല്ലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്കൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം.